2013 തൻ്റെ 53-ാം വയസ്സിലാണ് മുകേഷ് നർത്തകിയായ മേതിൽ ദേവികയെ വിവാഹം കഴിച്ചത്. മുകേഷിൻ്റെയും 36-കാരിയായ ദേവികയുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. വിവാഹത്തിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്തെ കടകംപള്ളിയിൽ അതിമനോഹരമായ ഒരു വലിയ വീടും ഇരുവരും ചേർന്ന് പണി കഴിപ്പിച്ചു. പാലക്കാട്ടുകാരിയായ ദേവികയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു നൃത്ത സംരംഭം തന്നെ തുടങ്ങാൻ പാകത്തിനുള്ള വീടായിരുന്നു അത്. നൃത്തം ചെയ്യാനും പരിശീലനം നടത്താനുമുള്ള വലിയ സൗകര്യങ്ങളോടെയാണ് ആ വലിയ വീട് ഒരുക്കിയത്. വിശാലമായ മുറികളും വരാന്തകളും ഒരുക്കി പഴയ ഒരു തറവാടിൻ്റെ ശൈലിയിലെന്നോണമാണ് വീട് തിരുവനന്തപുരത്തെ നഗരമധ്യത്തിൽ തന്നെ പണി കഴിപ്പിച്ചത്. രാഷ്ട്രീയക്കാരനായ MLAക്ക് തലസ്ഥാനത്തെത്തുമ്പോൾ സർവ്വ സുഖങ്ങളോടെയും താമസിക്കാനുള്ള ഒരു വീടും. അതായിരുന്നു ഇത് പണിയുമ്പോഴുണ്ടായിരുന്ന ലക്ഷ്യം. മുകേഷിൻ്റെ അച്ഛൻ്റെ പേരായ മാധവൻ എന്ന പേരിൽ നിന്നും മാധവം എന്നായിരുന്നു വീടിന് പേരിട്ടതും. എന്നാൽ വിവാഹത്തിൻ്റെ 8-ാം വർഷം ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചെങ്കിലും ആ വീട് ഇന്നും രണ്ടുപേരുടെയും പേരിൽ തന്നെ നിലനിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് ഉണ്ടാകുമ്പോഴെല്ലാം മുകേഷ് ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ ആ വീട്ടിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ. മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ കനത്ത പ്രതിഷേധം. ആ നേരം അത്രയും വീട്ടിലെ മുറിയിൽ കതകടച്ചിരുന്ന മുകേഷ് വിവിധ നേതാക്കളുമായി കനത്ത ചർച്ചയിലായിരുന്നു. രാജിവെക്കണോ വേണ്ടോ എന്നതായിരുന്നു ചർച്ചാ വിഷയം. ഒടുവിലിതാ പ്രതിഷേധം കനത്തുവരവേ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും മടങ്ങിയിരിക്കുകയാണ് മുകേഷ്. രാവിലെ 7 മണിയോടെ കനത്ത പോലീസ് സുരക്ഷയിലാണ് നടൻ തിരുവനന്തപുരത്തു നിന്നും തൻ്റെ ബെൻസ് കാറിൽ മടങ്ങിയത്. കൊച്ചിയിലേക്കാണ് മുകേഷ് പോകുന്നത് എന്നാണ് സൂചന. പ്രതിഷേധങ്ങൾ കനക്കുന്ന സാഹചര്യത്തിൽ കൊല്ലത്തെ സ്വന്തം വീട്ടിലേക്ക് അദ്ദേഹം പോകാൻ യാതൊരു സാധ്യതയുമില്ല. അടുപ്പക്കാരായ ചില CPM നേതാക്കളുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് മുകേഷ് കൊച്ചിയിലേക്ക് തിരിച്ചത് എന്നാണ് വിവരം. മുകേഷിൻ്റെ രാജിക്ക് സമ്മർദ്ദം ഉയരുന്നതിനിടെ നിർണായക CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്ന CPI നിലപാട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ചിരുന്നു. സമാന കേസുകളിൽ പ്രതികളായ 2 കോൺഗ്രസ് MLAമാർ രാജിവെച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മുകേഷിൻ്റെ രാജി ആവശ്യമില്ല എന്നുമാണ് CPMൻ്റെ നിലപാട്. മഹിളാ കോൺഗ്രസ് ഇന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനന്ദവല്ലീശ്വരത്തെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തും. വനിതാ കൂട്ടായ്മയായ വിമൺ കളക്റ്റീവും MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. മുകേഷിൻ്റെ പട്ടത്താനത്തെ വീട്ടിലേക്ക് BJPയും പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മുകേഷ് രാജിവയ്ക്കും വരെ സമരം തുടരാനാണ് തീരുമാനം. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ MLA ഓഫീസിനും വീടിനും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുകേഷ് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചത് എന്നാണ് വിവരം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.